നമസ്കാരം. ഗസ മുനമ്പിൽ ഹമാസ് തടവിലാക്കിയവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്വവും നെതന്യാഹുവിനാണെന്ന് ആരോപിച്ചിരിക്കുകയാണ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിന്റെ സൈനിക വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡ്സ് നടത്തിയ പ്രസ്താവനയിലാണ് ഇസ്രയേലിന് ഇത്തരമൊരു മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. പലസ്തീന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം വെടിനിർത്തൽ കരാറിന്റെ കടമകളും പ്രതിബദ്ധതകളും അനുസരിച്ചുള്ളതായിരുന്നുവെന്നും അതേസമയം ശത്രുക്കൾ അതിനു വിപരീതമായി തങ്ങളുടെ ബന്ദികൾക്ക് നേരെ നീചമായി പ്രവർത്തിച്ചുവെന്നും ഇസ്ലാമിക് ജിഹാദ് ആരോപിക്കുന്നുണ്ട്. ഹമാസിന്റെ കയ്യിൽ അകപ്പെട്ടവരുടെ ഭാവി നെതന്യാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ശത്രു കരാറിൽ പ്രതിജ്ഞാബദ്ധമായി തുടർന്നാൽ തങ്ങളും എല്ലാം പാലിച്ച് നിലകൊള്ളുമെന്നാണ് ഇറാൻ ഇസ്രയേലിന് നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം ഫെബ്രുവരി 15-ന് ഉച്ചയ്ക്ക് മുമ്പ് ഹമാസ് കൂടുതൽ തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്നും ഗാസ മുനമ്പിൽ തീവ്രമായ പോരാട്ടം പുനരാരംഭിക്കുമെന്നുമായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഭീഷണി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത്. ജനുവരി 19-ന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറ് പ്രകാരം എല്ലാ ശനിയാഴ്ചയും 3 ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ കൈവിട്ട തീരുമാനങ്ങൾ എടുക്കാനാണ് നെതന്യാഹുവിന്റെ തീരുമാനമെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഇസ്രയേൽ അനുഭവിക്കുക. നിലവിൽ ഇസ്രയേലിന്റെ ഭീഷണികളൊന്നും ഇറാന്റെ പക്കൽ വില പോകില്ലെന്നത് വ്യക്തമാണ്. ഹമാസിന്റെ നിലപാട് വ്യക്തമാണെന്നാണ് ഇറാൻ വക്താവ് ഹസീം ഖാസിം പറയുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികളുടെ ഭാഷ ഹമാസ് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തടവുകാരെ മോചിപ്പിക്കുന്നതിന് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാകണമെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യ 42 ദിവസത്തെ ഘട്ടത്തിൽ ഏകദേശം 2000 പലസ്തീൻ തടവുകാർക്ക് പകരമായി 33 ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാനാണ് തീരുമാനമായത്. എന്നാൽ കരാറുകൾക്കൊക്കെ എതിരെ തീർത്തും വിപരീതമായി വെടിവെപ്പ് നടത്തിയും മാനുഷിക സഹായ വിതരണം തടഞ്ഞുവെച്ചും വടക്കൻ ഗാസയിലേക്കുള്ള പലസ്തീനികളുടെ പ്രവേശനം തടഞ്ഞു നിർത്തിയും ഇസ്രയേൽ സൈന്യം വെടിനിർത്തൽ കരാറ് ലംഘിച്ചതിനാൽ തടവുകാരെ മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കുമെന്ന് ഈ ആഴ്ച ആദ്യം ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബൈഡന്റെ ഭരണകാലത്തും ട്രംപ് കൊണ്ടുവന്ന ഉപരോധങ്ങൾ നിലനിർത്തിയെന്ന് മാത്രമല്ല ഇറാനെതിരെ 100 കണക്കിന് ഉപരോധങ്ങൾ കൂടി ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത്തരം നിർബന്ധിത നടപടികളെ ചെറുക്കുന്നതിനുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രതിബദ്ധതയെക്കുറിച്ചും മന്ത്രാലയം എടുത്തു പറയുന്നുണ്ട്. ആണവ വിഷയത്തിൽ ഇറാനുമായി ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അമേരിക്ക ഇത്തരം ഉപരോധങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. അത്തരം ഇരട്ടത്താപ്പ് നയങ്ങളൊക്കെ പിന്നെ അമേരിക്കയ്ക്ക് ശീലമായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഇടപെട്ട് നിൽക്കാൻ ഇറാനും ശ്രദ്ധിച്ചിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ച കരാറ് ഇറാൻ പൂർണ്ണമായും പാലിച്ചിട്ടും അമേരിക്ക അതിൽ നിന്നും പിന്മാറിയെന്നും വസ്തുതാപത്രത്തിലെ രേഖകളിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ 4 വർഷമായി ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനിൽ പറഞ്ഞിരുന്ന പ്രതിബദ്ധതകൾ നടപ്പിലാക്കാനോ ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കാനോ അമേരിക്ക ഒരിക്കലും തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല പല തവണയായി ഇതിനുവേണ്ടി നടത്തിയിരുന്ന പല ചർച്ചകൾക്കും അമേരിക്ക ഇടംകോലിട്ടതായും വസ്തുതാപത്രത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഭീകരരെ പിന്തുണയ്ക്കുന്നുവെന്ന് മുദ്രകുത്തി ഇറാനെതിരെ പല തവണ അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ കൂട്ടാളിയായി ഇസ്രയേലിന്റെ അധിനിവേശത്തിനും ആക്രമണത്തിനുമെതിരെ പോരാടുന്ന പ്രാദേശിക ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾക്ക് ഇറാൻ നൽകുന്ന തുടർച്ചയായ പിന്തുണയെ ഭീകരത വളർത്തുന്നതിനായി മുദ്രകുത്താൻ അമേരിക്ക ശ്രമിക്കുകയാണ്. എന്നാൽ തങ്ങളുടെ ചെറുത്തുനിൽപ്പിനും അവകാശങ്ങൾക്കുമായി പോരാടുന്ന മേഖലയിലെ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകൾക്കും മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഇറാൻ നൽകുന്ന പിന്തുണയെ ഭീകരതയ്ക്കുള്ള പിന്തുണയായി മുദ്രകുത്തുന്നത് ശരിയല്ലെന്നും ഇറാൻ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നതായി ഇറാനിയൻ മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.